സ്തുതി. ഇന്ന് ഫെബ്രുവരി 2. ഇന്നേ ദിവസം തിരുസഭ നമ്മുടെ കർത്താവിന്റെ കാഴ്ചവെപ്പ് അനുസ്മരിക്കുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞ് ഇന്ന് 40-ാം ദിവസമാണ്. മോശയുടെ നിയമമനുസരിച്ച് തന്റെ ശുദ്ധീകരണത്തിനും കടിഞ്ഞൂൽ പുത്രനെ കാഴ്ച സമർപ്പിക്കുന്നതിനുമായി കന്യകാമറിയം ജെറുസലേം ദേവാലയത്തിലെത്തി. ഒരു സ്ത്രീ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 40-ാം ദിവസം ശുദ്ധീകരണത്തിനായി അവൾ 1 വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ചെങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ 2 പ്രാവൻ കുഞ്ഞുങ്ങളെയോ ചെങ്ങാലിയെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം. കടിഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം. മോശയുടെ നിയമം പരിപൂർണമായും മറിയവും യൗസേപ്പും അനുസരിച്ചു. ദരിദ്രരുടെ കാഴ്ചയാണ് അവർ സമർപ്പിച്ചത്. 5 ഷെക്കേൽ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു. യഹോവ ആവശ്യപ്പെടുന്നത് വരെ മറിയം മകനെ വളർത്തുവാനുള്ള നിർദ്ദേശത്തോടെ പുരോഹിതൻ മകനെ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. ശുദ്ധീകരണം നടത്തിയ പുരോഹിതൻ വൃദ്ധനായ ശമയോനായിരുന്നു. രക്ഷകനെ കണ്ടിട്ടേ താൻ മരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം തന്റെ ആശയും പ്രത്യാശയുമായ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ശമയോന്റെ ആനന്ദം അതിന്റെ ഉച്ചിയിലെത്തി. അദ്ദേഹം ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു: കർത്താവേ, അങ്ങേ വാഗ്ദാനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്തെന്നാൽ എല്ലാ ജനങ്ങളുടെയും മുൻപാകെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് വിജാതിയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങേ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണ്. ശമയോൻ അവരെ ആശീർവദിച്ചതിനു ശേഷം മറിയത്തോട് പറഞ്ഞു: ഇതാ, ഈ ശിശു ഇസ്രായേലിൽ അനേകരുടെ അധപതനത്തിനും അനേകരുടെ ഉന്നമനത്തിനും നിയുക്തനായിരിക്കുന്നു. അനേകർക്ക് എതിർപ്പിനുള്ള അടയാളമായിരിക്കും. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുകയും ചെയ്യും. വിചിന്തനം: പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അനുസരണയും എളിമയും നമുക്ക് അനുകരിക്കാം.